ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? പറയാം. ഇതൊരു ക്ഷണക്കത്താണ്. 2009 ഞങ്ങൾ പണി കഴിപ്പിച്ച വീടിൻ്റെ, ഇതിനകത്ത് തിരിഞ്ഞായിരിക്കും കാണുന്നില്ലേ? കറക്റ്റാണോ? ഓക്കെ. ഞങ്ങൾ പണി കഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനം നടന്ന ദിവസമാണ് 2009 ഡിസംബർ 20 അന്ന് 1785 ധനു 5 ഞായറാഴ്ച രാവിലെ 6 മണി കഴിയെ 6:30 ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് എം അശോക്, സൺ ഓഫ് മാധവൻ നായർ ആൻഡ് ശാന്തമ്മ, മാധവമന്ദിരം, കുതിരപ്പന്തി പി ഒ. ഗൃഹപ്രവേശം 2009 ഡിസംബർ 20 ഞായറാഴ്ച. ഉപചാരപൂർവ്വം വൈഷ്ണവി വൈദേഹി. അതിനുശേഷം മാന്യമിത്രമേ, ഞങ്ങൾ പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ പ്രവേശന കർമ്മം 2009 ഡിസംബർ 20 1785 ധനു 5 ഞായറാഴ്ച രാവിലെ 6 മണി കഴിയെ 6:30 ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തദവസരത്തിൽ അങ്ങയുടെ സാന്നിധ്യം, കുടുംബസമേതം സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹപൂർവ്വം അശോക് ആൻഡ് ശ്രീലേഖ. എൻ്റെ വൈഫിനെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുമുളെന്നാണ്. ഈ കാർഡ് നമുക്ക് അടിച്ച് തന്നത് എൻ്റെ സ്വന്തം ഭാര്യയുടെ സഹോദരനായ അനിലാണ്. അനിൽ ട്രേഡേഴ്സ്, പുതിയകാവാണ്. ഉപചാരപൂർവ്വം ആശംസകളോടെ, അനിൽ ഗ്ലാസ് ഹൗസ്, പുതിയകാവ്. അപ്പോൾ ഇത് ഇന്ന് എല്ലാ ഡിസംബർ 20 എത്തുമ്പോഴും ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് എത്താറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 16 വർഷം തികയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്വപ്നസൗധം, ഏതാണ്ട് ഒരു പഞ്ചവത്സര പദ്ധതി പോലെ തുടങ്ങിയിട്ട് പണി കഴിപ്പിച്ച ഒരു 5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഒരു സാധാരണ സൈനികനായിരുന്ന എൻ്റെ മാത്രം ഉള്ള അധ്വാനവും എൻ്റെ സഹധർമ്മിണിയുടെ സഹകരണങ്ങളും ഒപ്പം തന്നെ കൂടെ നിന്ന് സഹായിച്ച ഒരുപാട് പേര്, ബന്ധുമിത്രാദികളായാലും സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും ഒക്കെ ഇതിനകത്ത്. അന്ന് അങ്ങനെയായിരുന്നു കാലം. കാരണം അന്ന് ഒരു ഇഷ്ടികയ്ക്ക് 2 രൂപ 30 പൈസയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു കിളിക്കൂട് അന്ന് സാധ്യമായത് കാര്യമായി എന്ന് ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സൗധങ്ങളാണ്